നമസ്കാരം. വോട്ടംഗത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. ഒരു ഘട്ട വോട്ട് എടുപ്പും കൂടി മാത്രം ജൂൺ 1-നാണ് ഇനി നടക്കാനുള്ളത്. ബാക്കി എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ NDAയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കൂടിയായിരുന്ന K. സുരേന്ദ്രൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് കൂടിയായിട്ടുള്ള BJP സംസ്ഥാന സമിതി അംഗം ശ്രീ അഡ്വക്കേറ്റ് PC ഗോപിനാഥാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി. നമസ്കാരം. വോട്ടംഗത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ NDAയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലൊരു പ്രതീക്ഷ എങ്ങനെയാണ്? NDA തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 400-ലധികം സീറ്റോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യം വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ, അഖിലേന്ത്യാ അധ്യക്ഷനും പ്രധാനമന്ത്രിയും അമിത്ഷാ എല്ലാ നേതാക്കന്മാരും നേരത്തെ ഡിക്ലെയർ ചെയ്തതാണ്. ആ ഒരു ആത്മവിശ്വാസത്തിന് ഈ 6 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. 7ാം ഘട്ടം കഴിയുന്നതോടുകൂടി നേതാക്കന്മാരുടെ പ്രതീക്ഷക്കൊത്ത് 400-ലധികം സീറ്റ് എന്നുള്ള പ്രതീക്ഷ ഇന്നും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഉറച്ച നിലപാടിൽ തന്നെയാണ്. കേരളത്തിലെ 2ാം ഘട്ടത്തിലടക്കം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം ആദ്യ 2 ഘട്ടങ്ങളിലെ കഴിഞ്ഞപ്പോൾ ഒരു NDA പാളയത്തിലൊരു അങ്കലാപ്പുണ്ട് എന്നുള്ള തരത്തിൽ ഇന്ത്യ മുന്നണിൻ്റെ ആൾക്കാർ ഒരു പ്രചരണം നടത്തിയിരുന്നു. ഈ കാര്യത്തിൽ ഞാൻ കേരളത്തിലുള്ള മാധ്യമങ്ങൾ, വാർത്താമാധ്യമങ്ങളും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും അതേസമയം ദേശീയ തലത്തിലുള്ള ദൃശ്യമാധ്യമങ്ങളും ഒരേ സമയം കമ്പയർ ചെയ്യുമ്പോൾ ഈ അങ്കലാപ്പുകളോ ഇത്തരത്തിലുള്ള അങ്കലാപ്പ് സൃഷ്ടിക്കുന്ന വാർത്തകളോ ഒന്നും തന്നെ ദേശീയ വാർത്താ മാധ്യമങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. മലയാള മാധ്യമങ്ങളിൽ കണ്ടു എന്നല്ലാതെ അത് ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത ഒരു BJP അണികളിലും പൊതുജനങ്ങളിലും ഒരു അങ്കലാപ്പ് സൃഷ്ടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു പ്രചരണമാണ് എന്നതിൽ കവിഞ്ഞ് ആ വിഷയത്തിൽ BJP തലത്തിലോ ദേശീയ ജനാധിപത്യ സഖ്യ തലത്തിലോ അത്തരമൊരു അങ്കലാപ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പല സമയത്തും പോളിംഗ് കുറഞ്ഞപ്പോൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആ പ്രക്രിയകളിലുള്ള കാലതാമസവും കാര്യങ്ങളൊക്കെ പറഞ്ഞ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കാലതാമസമൊന്നും ഉണ്ടായിട്ടില്ല. പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ച് വ്യാജ പ്രചരണം നടക്കുന്നു എന്നുള്ളൊരു നിരീക്ഷണമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. NDAയ്ക്കും ഈ ഒരു നിരീക്ഷണം ഉണ്ടോ? പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി എന്നതുകൊണ്ട് NDA വിലയിരുത്തുന്നത് സാധാരണഗതിയിൽ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളും ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വ്യക്തമാകുന്നത് ഒരു ആൻറ്റി ഇൻകംബൻസി ഘടകം അതിലില്ല. അതായത് ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലില്ല എന്ന്. നേരെ മറിച്ച് ഭരണവിരുദ്ധ വികാരം എപ്പോഴൊക്കെ ഉണ്ടാകുന്നോ ആ സമയങ്ങളിൽ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വളരെ വർധനവുണ്ടാകും. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പറയുന്ന ആരോപണങ്ങളോ ഒന്നുമല്ല വോട്ടിംഗ് ശതമാനത്തിൽ താഴ്ച ഉണ്ടാകാനുള്ള കാരണം. അത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നും അതുപോലെ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ദേശീയ ജനാധിപത്യ സഖ്യവും നരേന്ദ്രമോദിയും അല്ലാതെ മറ്റാരും ഭരണത്തിലേക്ക് വരില്ല എന്നുള്ള ഉറപ്പ് ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിഷ്പക്ഷമതികളായ ജനങ്ങൾക്കുണ്ട്. മാത്രമല്ല മറ്റ് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ ആ മുന്നണിയിലുള്ള വിശ്വാസ്യത കുറവ് വളരെ പ്രകടമായിരുന്നു. കാരണം ഓരോ സംസ്ഥാനങ്ങളിലും ഈ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ പരസ്പരം പോരാടുന്നത് ബോധ്യപ്പെട്ട അവർക്ക് തന്നെ അവരുടെ മുന്നണിയിൽ ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കേജ്രിവാളിൻ്റെ അറസ്റ്റും അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതും ഒക്കെ ഒരു ഇന്ത്യ മുന്നണിക്ക് ഒരു ആവേശവും കരുത്തും പകർന്നു എന്നാണ് അവർ പറയുന്നത്. ഒരു ആവേശവും കരുത്തും ഉണ്ടായിട്ടില്ല. കാരണം നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിൽ നിന്നും ബോധപൂർവമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ കെജ്രിവാളിനെ മാറ്റി നിർത്തുന്ന പ്രവണതയാണ് ഇന്ന് നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ കാണുന്നത്. എവിടെയും രാഹുൽ ഗാന്ധിയും കെജ്രിവാളും ചേർന്നുള്ള തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ പഞ്ചാബിലോ ഡൽഹിയിലോ കാണുന്നില്ല നമ്മൾ. കാരണം ഈ കെജ്രിവാളിന് സ്വാധീനമുള്ള മേഖല എന്ന് പറയുന്നത് ഡൽഹിയും പഞ്ചാബും ഇപ്പോൾ ഗോവയിൽ അല്പം സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഒന്നും തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കെജ്രിവാളിനെ ബോധപൂർവം ഒഴിവാക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. കേരളത്തിലേക്ക് വന്ന എന്താണ് NDAയുടെ ഒരു പ്രതീക്ഷ? NDA കേരളത്തിൽ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞാനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ദേശീയ ജനാധിപത്യ സഖ്യം അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുമ്പോൾ 2 ശക്തമായ മുന്നണികളുടെ കൂടെ BJPയും മത്സരിക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു 4-5 വർഷം മുമ്പ് വരെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി. ഇന്ന് അത് മാറി കേരളത്തിലെ പ്രധാനപ്പെട്ട 7 നിയോജകമണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരം
ഉണ്ടായിരിക്കുന്നു. ദേശീയ ജനാധിപത്യ സഖ്യം ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കേരളത്തിൽ. ഈവൻ വയനാട്ടിൽ പോലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അത്ര വലിയ വേരോട്ടമില്ലാത്ത വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പോലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഒരു ബദൽ ശക്തിയായി കേരളത്തിലെ ഈ 7 എത്ര കിട്ടും? 7 നിയോജക മണ്ഡലങ്ങളും ശുഭപ്രതീക്ഷയാണ്. ആ 7 നിയോജക മണ്ഡലങ്ങളിൽ കൂടുതൽ സാധ്യതയുള്ളത് തിരുവനന്തപുരം, തൃശ്ശൂർ, അതുപോലെ പത്തനംതിട്ട. ഈ 3 ബാക്കിയുള്ള നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിങ്ങിൻ്റെ ഒരു വർധനവ് ഉണ്ടാവുമോ? വോട്ടിങ്ങിൻ്റെ വർധനവല്ല, മറ്റ് നിയോജക മണ്ഡലങ്ങളിലും UDF-നോടും LDF-നോടും ഒപ്പത്തിനൊപ്പമുള്ള മത്സരമാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ ചെറിയ നെഗ്ലിജിബിൾ പെർസെൻറ്റേജിൻ്റെ മാറ്റമാണ് മുന്നണികൾ തമ്മിൽ പ്രവചിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ അത് പ്രവചനാതീതമാണ് ബാക്കി 4 നിയോജക മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും NDA ആ സ്ഥലങ്ങളിലും അതിശക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം മെമ്പർഷിപ്പ് വിതരണം ദേശീയ തലത്തിൽ വലിയൊരു പ്രാധാന്യത്തോടു കൂടി കഴിഞ്ഞ തവണ നടത്തിയിരുന്നല്ലോ, പാർട്ടി നടത്തിയിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വന്ന വാർത്തകൾ പലതും കൂടുതൽ ആളുകൾ BJPയിലേക്ക് വരുന്നു, അവർക്കൊക്കെ പാർട്ടി യോഗങ്ങളിൽ സ്വീകരണം നൽകുന്നു എന്നൊരു ജെനുവിനായിട്ട് ഇവർ മെമ്പർഷിപ്പ് എടുത്ത് വന്നവരാണോ, അത് ഈ ഇലക്ഷൻ്റെ ഒരു ആവേശത്തിൽ വന്നവരാണോ? അല്ല, BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ തവണ നടത്തിയതിന് ശേഷം പിന്നെയൊരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉണ്ടായിട്ടില്ല. പക്ഷേ മോഡി പ്രഭാവത്തിലും പാർട്ടി കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒഴുകി വന്നിട്ടുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും. അവർക്കുള്ള മെമ്പർഷിപ്പ് വിതരണം ഡ്യൂ പ്രോസസ് നടത്തുകയുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രചരണ ഘട്ടത്തിൽ നിങ്ങൾ ഇവിടുത്തെ ഭരണവിരുദ്ധ കാര്യങ്ങളാണോ ഉന്നയിച്ചത്, അതോ മോദിയുടെ ഭരണ നേട്ടങ്ങൾ തന്നെയാണോ പറഞ്ഞത്? പ്രധാനമായും മോഡിയുടെ ഭരണ നേട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കാരണം കേരളത്തിൽ പറയാം, അല്ല വയനാട്ടിൽ മാത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ വീടുകളിൽ കയറുമ്പോഴും ഏതെങ്കിലും മോഡിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേന്ദ്ര സഹായം കിട്ടാത്ത ഒരു വീട് ഉണ്ടാവില്ല. കർഷകരായാലും ശരി, മുദ്രാ ലോണായാലും ശരി, സുകന്യ യോജനയായാലും ശരി, അതല്ലെങ്കിൽ ഗ്യാസ് വിതരണത്തിൻ്റെതായാലും ശരി, എന്തെങ്കിലും ഒന്ന് പ്രത്യക്ഷത്തിൽ കിട്ടാത്ത വീടുകൾ വയനാട് ജില്ലയിൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രാമുഖ്യം കൊടുത്തത് മോഡിയുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചാണ്. ഭരണവൈകല്യങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾ അനുഭവിച്ചറിയാണ്. അതിനൊരു പ്രത്യേക പ്രചരണത്തിൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഭരണം ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ ഊന്നൽ നൽകിയത് മോഡിയുടെ പ്രഭാവം, മോഡിയുടെ ഗ്യാരണ്ടി, മോഡി വന്നാലാണ് കേരളം രക്ഷപ്പെടുക എന്നുള്ള ഒരു പ്രചരണത്തിനാണ് മുൻതൂക്കം കൊടുത്തത്. അതിനിടയിൽ നമ്മൾ പ്രചരണത്തിൽ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി തന്നെ മത്സരിച്ചു. വയനാട്ടിലാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സംസ്ഥാന അധ്യക്ഷനും മത്സരിച്ചു. ഈ സമയത്ത് ഇതിൽ കൂടുതൽ ചലഞ്ചസ് നിങ്ങൾക്കുണ്ടായത് തിരുവനന്തപുരത്താണോ വയനാട്ടിലാണോ വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി? 2 സ്ഥലത്തും. കാരണം ഈ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല സ്ട്രോങ് ബേസുള്ള ഒരു നിയോജക മണ്ഡലമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. തിരുവനന്തപുരവുമായി കമ്പയർ ചെയ്യുമ്പോൾ സൗണ്ട് വോട്ടുള്ള ഒരു ശക്തമായ അടിത്തറയുള്ള നിയോജകമണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. പക്ഷേ വയനാടിൻ്റെ പ്രത്യേകത ആദ്യകാല ജനസംഘം മുതലുള്ള പ്രവർത്തകരുള്ള പ്രദേശം എന്നുള്ള നിലയിൽ ഏറ്റവും നല്ല സ്പിരിറ്റുള്ളൊരു പ്രദേശമാണ്. പാർട്ടി സ്പിരിറ്റ് ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമുള്ള ആളുകളുള്ള ഒരു പ്രദേശമാണ് വയനാട് ജില്ലയിൽ. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ 2 മുന്നണികളും BJPയും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ഇപ്രാവശ്യം ശ്രീ സുരേന്ദ്രന് കിട്ടുന്ന വോട്ട് എന്നുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് പോലും സുരേന്ദ്രന് കിട്ടുന്ന വോട്ടുകൾ എത്രയാണെന്ന് കൃത്യമായി തിട്ടപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല. പല മേഖലകളിലും ഇപ്പം BJP ഒരു ഹിന്ദു പാർട്ടിയാണ് എന്നുള്ള പ്രചരണം നടക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇതര മത വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ, മുസ്ലിം സഹോദരങ്ങളൊക്കെ തന്നെ ഞങ്ങളോടൊക്കെ നേരിട്ട് കാണുന്ന സമയത്ത് ഇത്തവണ ഞങ്ങൾ BJPക്കാണ് വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ മോഡിക്കാണ് വോട്ട് ചെയ്തത്. ഇതൊരു വലിയ അത്ഭുതമായി എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പല ആളുകളും, പ്രത്യേകിച്ചിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ വോട്ട് ഞങ്ങൾ ശ്രീ സുരേന്ദ്രന് മോഡിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പ്രായമായ ആളുകൾ, പല നിരീക്ഷകരും നേതാക്കളും ഒക്കെ അഭിപ്രായപ്പെടുന്നത് 1.5 ലക്ഷം കവിയും വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ വോട്ട് എന്നാണ്. ഒരു സംശയമില്ല. അത് 2 ലക്ഷത്തിന് മേലെ പോയാലും സംശയമില്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ 78,000, ആ ഒരു 80,000-ന് താഴെയുള്ള വോട്ടുകളായിരുന്നു. അത് ഇരട്ടിയാവുകയല്ല, അത് 2 ലക്ഷത്തിന് മേലെ പോകും എന്നുള്ള പ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പട്ടികവർഗ മേഖലയിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നൊരു അഭിപ്രായമുണ്ട്. കൂടുതൽ ആ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നിരുന്നോ? പട്ടികവർഗ മേഖലയിൽ
നേരത്തെ മുതലേ ജനസംഘ കാലഘട്ടം മുതലേ ആദിവാസി സംഘം ഏറ്റവും കൂടുതൽ പ്രബലമായി പ്രവർത്തിക്കുന്നത് പട്ടികവർഗ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിലെ പ്രത്യേകിച്ച് കുറുമ കുറിച്ച വിഭാഗത്തിൽപ്പെട്ട ആ വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ BJPയോട് പണ്ട് മുതലേ ഐക്യം പ്രഖ്യാപിച്ച ആളുകളാണ്. പക്ഷേ ഇത്തവണ കൂടുതലായി പട്ടികവർഗ മേഖലകളിൽ, ആദിവാസി മേഖലകളിൽ, വനവാസി മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവസാന തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, നിങ്ങളുടെ ബത്തേരിയിൽ തന്നെ ഒരു പ്രശ്നമുണ്ടായി, കൽപ്പറ്റയിലും ഉണ്ടായി, കിറ്റ് വിതരണം, സാരി വിതരണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു. പോലീസ് അതിനെ സംബന്ധിച്ച് കേസെടുക്കുകയും ചെയ്തു. അത് നമുക്കൊരു ചെറിയ ക്ഷീണമായോ? ഒരു ക്ഷീണമില്ല. കാരണം ഇപ്പോൾ ബത്തേരിയിൽ കിറ്റ് പിടിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ല. BJP ആയിട്ടോ പിന്നെ ദേശീയ ജനാധിപത്യ സഖ്യമായിട്ടോ യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു വിഷയമാണത്. അത് ചുള്ളിയോടുള്ള ഏതോ ഒരു ക്ഷേത്രത്തിലെ ഏതോ ഒരു ക്ഷേത്രവിശ്വാസി ഓർഡർ ചെയ്ത സാധനം എത്തിക്കുന്നതിനിടയിലാണ് ഇത് ചെയ്തത്. ഏതോ രാഷ്ട്രീയ വിരോധികൾ ചെയ്ത ഒരു കുൽസിത മാർഗം എന്നതിൽ കവിഞ്ഞ് BJPക്കെതിരെ കരിവാരി തീർക്കാൻ ചെയ്ത ഒരു മാർഗം എന്നല്ലാതെ അത് ഈ ആരോപണവുമായി യാതൊരു ബന്ധവുമില്ല. എനിക്ക് തോന്നുന്നു ഈവൻ കൽപ്പറ്റയിൽ നടന്ന സംഭവമായി പാർട്ടിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. ഒരു പോലീസുകാരും എതിർകക്ഷികളും ആരും ഒന്നും അതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ. പക്ഷെ ഒരു വിമർശനം കേട്ടത്, അതായത് ആദ്യ ദിവസങ്ങളിലൊക്കെ കിറ്റുകളൊക്കെ വിതരണം ചെയ്തു, ആ സമയത്തൊന്നും ആക്ഷേപം ഉണ്ടായിരുന്നില്ല. അവസാന നിമിഷത്തിലാണ് ആക്ഷേപം വന്നത്. അത് BJPൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് തന്നെ പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് പോയതാണ്. കിറ്റ് വിതരണം, ഞാൻ ശ്രീ K. സുരേന്ദ്രൻ്റെ ചീഫ് ഇലക്ഷൻ ഏജന്റാണ്. ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്നുള്ള നിലയിൽ എനിക്ക് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും സഞ്ചരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വയനാട് പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എൻ്റെ പാർട്ടി മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഒരു കിറ്റ് വിതരണം നടന്നിട്ടേ ഇല്ല പാർട്ടിയുടെയോ അല്ലെങ്കിൽ സംഘടനയുടെയോ നേതൃത്വത്തിൽ. മറ്റാരോ ചെയ്ത ഒരു ആരോപണം, BJPയെ കരിവാരി തേക്കാൻ വേണ്ടി, ദേശീയ ജനാധിപത്യ സഖ്യത്തെ കരിവാരി തേക്കാൻ വേണ്ടി ചെയ്ത ഒരു ആരോപണത്തിൽ കവിഞ്ഞ് അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് എനിക്ക് അടിവരായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നല്ലോ വന്യമൃഗം. കേരളത്തിലുടനീളം ആ പ്രശ്നമുണ്ട്. ആ ഒരു വിഷയം ശരിക്കും നിങ്ങൾ ഏറ്റെടുക്കുകയും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഗുണം വോട്ടിൽ കിട്ടുമോ? BJP വളരെ ഉത്തമ വിശ്വാസത്തോടു കൂടി ചെയ്തൊരു കാര്യമാണ്. വയനാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ദുരിതം എന്ന് പറയുന്നത് വന്യമൃഗ അക്രമത്തെ ശല്യമാണ്. അത് വളരെ ഉത്തമ വിശ്വാസത്തോടു കൂടി കൈകാര്യം ചെയ്തൊരു വിഷയമാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ചെയ്തതല്ല, ജനങ്ങളുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി ചെയ്തൊരു കാര്യമാണ്. അത് പ്രകടന പത്രികയിൽ ഉണ്ടാകണം എന്നുള്ള നിർബന്ധ ബുദ്ധി വയനാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. ആ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആ വിഷയം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനെക്കൊണ്ടുള്ള ഗുണമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ പാർട്ടി ഉത്തമ വിശ്വാസത്തോടു കൂടി ചെയ്തൊരു കാര്യമാണ്. കാർഷിക മേഖലയിൽ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട്, ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പരിണിത ഫലങ്ങളും കർഷക ജനതയാണല്ലോ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അടുത്ത ഒരു ഭരണം NDAക്ക് വീണ്ടും കിട്ടിയാൽ കാർഷിക മേഖലയ്ക്ക് ഒരു പ്രാധാന്യം കിട്ടുമെന്ന് കഴിഞ്ഞ 5 വർഷം മുമ്പ് മുതലുള്ള നരേന്ദ്രമോദിയുടെ എല്ലാ പ്രഖ്യാപനങ്ങളും ബജറ്റ് വിഹിതവും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എലോക്കേഷൻ ബജറ്റ് വിഹിതം വന്നിരിക്കുന്നത് കാർഷിക മേഖലയിലേക്ക് തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയം സംസ്ഥാന സർക്കാരുകൾ വേണ്ട വിധത്തിലുള്ള പ്രോത്സാഹനം കൃഷിക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വയനാട്ടിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ജലസേചന സൗകര്യം കിട്ടുന്നത് കേരളത്തിന് പുറത്താണ്. ഡ്രൈ സമ്മർ മെയ് മാസത്തിൽ നിങ്ങൾ ഗുണ്ടിൽപേട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ചെറിയ കനാലുകളിൽ വെള്ളം ഉണ്ടാവും. ഇത് വയനാട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ്. ഈ വയനാട്ടിൽ ഉണ്ടാകുന്ന കബനിയിലെ വെള്ളം മുഴുവൻ നമ്മൾ വേണ്ട വിധത്തിലൊരു ജലസേചന സൗകര്യത്തിന് ഉപയോഗിക്കാതെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ കാർഷിക ആവശ്യത്തിന് വേണ്ടിയുള്ള വൈദ്യുതി സൗജന്യ നിരക്കിൽ അവർ കൊടുക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതില്ല. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് വേണ്ടുന്ന പ്രോത്സാഹനം സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ വിഷയം. മറ്റു സംസ്ഥാനങ്ങളിൽ ഗോതമ്പും നെല്ലും കരിമ്പും ചോളവും ഒക്കെ വൻതോതിൽ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് കർഷകർ ആ മേഖലയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് സംസ്ഥാന സർക്കാർ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു നയം രൂപീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും പഴയ UPA ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി എന്തായിരിക്കും? ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ വിശ്വാസം നഷ്ടപ്പെട്ട് അത് ഒരു തരത്തിലും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കാത്ത ഒരു മുന്നണിയായി അത് അവശേഷിക്കും. അതിന് ഒരു ആയുസ്സുള്ള മുന്നണിയായിരിക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് ആ മുന്നണിയുടെ വാട്ടർലൂ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും.
തെരഞ്ഞെടുപ്പ് കേരള ഭരണത്തിൻ്റെ വിലയിരുത്തൽ തന്നെയായിരിക്കും ഈ തവണത്തെ തെരഞ്ഞെടുപ്പ്. രണ്ടാം ഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന് പകരം ഇപ്പോഴായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ബാർക്കോഴ വിവാദവും ഒക്കെ എങ്ങനെ ബാധിക്കുമായിരുന്നു? തീർച്ചയായും നെഗറ്റീവ് ആവുമായിരുന്നു. ഭരണപക്ഷത്തിന് ഏറ്റവും വലിയ അടിയായിരിക്കുമായിരുന്നു. ഈ രണ്ടാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ അവസാന നിമിഷത്തിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? തീർച്ചയായും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമത് ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ത്യ രാജ്യത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും. ഇന്ത്യ രാജ്യം ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്ന രീതിയിൽ ലോകരാഷ്ട്രങ്ങളുടെ നേതാവായി മാറുന്ന ഒരു വലിയ സ്ഥാനത്തേക്ക് ഇന്ത്യയെ നയിക്കാനുള്ള ശക്തിയും ശേഷിയുമുള്ള ഒരു സർക്കാർ ജൂൺ മാസം 4-ാം തീയതിക്ക് ശേഷം ഭാരതത്തിൽ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇപ്പോൾ വക്കീൽ പറഞ്ഞതുപോലെ, അഡ്വക്കേറ്റ് പി സി ഗോപിനാഥ് പറഞ്ഞതുപോലെ NDAയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയിലാണുള്ളത്. കേരളത്തിൽ 3 സീറ്റുകൾ ഷുവറായും അവർ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ 400 സീറ്റ് NDA അവകാശപ്പെടുന്നു. ഇല്ലെങ്കിൽ കൂടി കേവല ഭൂരിപക്ഷത്തിൽ എന്തായാലും ഭരണം മോദി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് NDAയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എല്ലാ മുന്നണികളും വെച്ച് പുലർത്തുന്ന ഈ പ്രതീക്ഷ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നറിയാൻ നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും മറ്റൊരു അതിഥിയുമായി നമുക്ക് വോട്ടംഗത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.